ഞാൻ ഇന്ന് ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാര്യം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു കൊറിയൻ ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഇത് ചെയ്യാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഫേസ് ഫുള്ള് ഡ്രൈയും പിഗ്മെന്റഡും ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ തപ്പിയപ്പോഴാണ് ഫെം സ്റ്റൈലിൽ കൊറിയൻ ഫേഷ്യൽ കൊടുക്കുന്നുണ്ട്, അതും അടിപൊളി ഓഫർ ഉണ്ടെന്ന് പറയുന്നത്. ഏജ് കൂടുന്നതനുസരിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒന്നാണ് ഡ്രൈനെസ്. അപ്പം അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഈ ഒരു കൊറിയൻ ഫേഷ്യൽ. ഇതിനകത്ത് ജെന്റിൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷനും ഹൈഡ്രേഷൻ ഫോക്കസും ഗ്ലാസ് സ്കിൻ എഫക്റ്റും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ പോലും അത്രയും എഫക്റ്റീവ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഇൻസ്റ്റന്റ് ഗ്ലോ തരാനും ലോങ് ടേം റിസൾട്ടിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും എനിക്ക് കിട്ടിയ റിസൾട്ട് അത്രയും ഔട്ട് സ്റ്റാൻഡിംഗ് ആയിരുന്നേ. ഇതിനകത്ത് വരുന്നത് ഒരു ലെയറിംഗ് മെത്തേഡാണ്. ടോണറും എസൻസും സിറവും ആംപൗളും ഷീറ്റ് മാസ്കും ക്രീമും അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കാണുന്ന പോലെ ഒരു റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാവും. ശരിക്കും 2026 തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഈ ഒരു വർഷം മുതൽ എന്റെ സ്കിൻ വളരെ ഹെൽത്തി ആയിട്ട് ഞാൻ ഗ്രൂംഡ് ആയിട്ട് വെക്കും എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് എവറി മന്ത് ഫേഷ്യൽ ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഞാൻ എത്തുന്നത് തന്നെ. എന്തുകൊണ്ട് ഫെം സ്റ്റൈൽ തന്നെ ചൂസ് ചെയ്യാമെന്ന് കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സർവീസ് കിട്ടുകയും ചെയ്യും. എല്ലാത്തിനും തന്നെ ഓഫേഴ്സും അവൈലബിൾ ആണ്. ഇപ്പൊ കൊറിയൻ ഫേഷ്യൽ നോക്കിയാലും 5000 രൂപ വെറുത്ത് വരുന്ന ഈ ഒരു ഫേഷ്യലിന് വെറും 2999 രൂപയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. എന്റെ ഫൈനൽ റിസൾട്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എവറി മന്തിന് പറ്റിയൊരു ഗ്രൂമിംഗ് സ്പോട്ട് നോക്കി നടക്കുകയാണെങ്കിൽ നേരെ പോയാൽ മതി ഫെം സ്റ്റൈലിലേക്ക്. ഇവരുടെ നെടുമങ്ങാട്, മണക്കാട്, ഇടപ്പഴിഞ്ഞ്, കഴക്കൂട്ടം ബ്രാഞ്ചുകളിലൊക്കെ തന്നെ ഇതേ ഓഫേഴ്സ് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഇവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതിയാവും.